ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറേ കാലം ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ സമയം കിട്ടാറില്ല. സമയം കിട്ടി വീഡിയോ എടുത്താലും എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഞാൻ അങ്ങനെ ചെയ്യാതെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ പുട്ടുപൊടി മേടിക്കാൻ നേരത്ത് അത് ഗോതമ്പാണോ അരിയാണോ എന്നുള്ളത് ഞാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മേടിച്ച് പോയത് ഗോതമ്പിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഒരുത്തൻ തേങ്ങ ചിരകുന്നതാണ്. നമുക്കിവിടെ ചിരവില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തേങ്ങ പൂളി എടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനങ്ങനെ പുട്ടിന് കുഴയ്ക്കാൻ കേട്ടോ. ഞാനിതിന് മുന്നേ ഒക്കെ പുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എപ്പോഴും അങ്ങനെ ശരിയാവാറില്ല. ഒരു ആകെ ഒരു 3 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. 3 വട്ടം ഉണ്ടാക്കിയതും ഫ്ലോപ്പായി പോയാൽ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു വെജിറ്റബിൾ ജ്യൂസും കൂടെ കുടിച്ചു. നമ്മൾ വീക്കിലി ഒരു ട്വൈസൊക്കെ നമ്മളിങ്ങനെ ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിക്കും. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ സെറ്റാക്കി. പുട്ട് ഇനിയാണ് കേട്ടോ കഥയിലെ ട്വിസ്റ്റ്. ഞാനങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഇത് ഒരിക്കലും ശരിയായി വരുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എപ്പോഴത്തേയും പോലെ തന്നെ തേങ്ങ ഫ്രണ്ടിൽ വരും, ബാക്കി പൊടിയായിട്ട് വരും എന്നായിരുന്നു എൻ്റെ ഒരു ഊഹം. അതും ഗോതമ്പ് പുട്ടും കൂടി ആയതുകൊണ്ട്. അരിപ്പൊടിയോ പാളി പോവാറുണ്ട്. അപ്പോൾ ഗോതമ്പ് പുട്ടും ശരിയാവില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിങ്ങനെ പുറകെ കുത്തി ഉന്തി ഇട്ടപ്പോൾ പുട്ട് കറക്റ്റ് വന്നു. അപ്പോൾ എൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അത് നമ്മൾ രണ്ടാമത്തെ പുട്ടിനും കൂടി ഇട്ടു കേട്ടോ. അതിൻ്റെ ചില്ല എൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. അതാണ് ഞാനിങ്ങനെ കുത്തി എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം അതൊക്കെ റെഡിയാക്കി നമ്മൾ രണ്ടാമത്തെ പുട്ടിനും കൂടി ഇട്ടു. അനീഷ് അപ്പുറത്തുനിന്ന് പാത്രം കഴുകാൻ ഇട്ടു. ഞാൻ പുട്ട് കുത്തുന്നു, അനീഷ് പാത്രം കഴുകുന്നു, ഞാൻ പുട്ട് കുത്തുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 2 കുറ്റി പുട്ടൊക്കെ ഉണ്ടാക്കി. പുട്ടിന് കറി ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ചിക്കൻ കറിയായിരുന്നു കേട്ടോ. യൂഷ്വലി നമ്മൾ പുട്ടിന് ഒന്നില്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, പച്ചക്കറികളൊക്കെ എടുക്കുന്നത് കുറവാണ്. അങ്ങനെ രണ്ടാമത്തെ പുട്ടും കാര്യങ്ങളൊക്കെ ആക്കി. മൂന്നാമത്തെ പുട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ പുട്ടില്ലായിരുന്നു, 2 പുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുവിധം നമ്മളെ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുട്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളുടെ പുട്ടിൻ്റെ കഥയൊന്ന് കമൻ്റ് ഇടുക.